ഇവിടെ നമ്മുടെ കിളികളുണ്ട് കേട്ടോ. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹെയറിൻ്റെ എന്താ പറയുക ഡെൻസിറ്റി കൂട്ടാനും ലെങ്ത്ത് കൂട്ടാനും അതുപോലെ സ്ട്രാങ്സിൻ്റെ കട്ടി കൂട്ടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബൂസ്റ്റിംഗ് സെറായിട്ടാണ് കേട്ടോ. നമുക്ക് ഷോപ്പുകളിലൊക്കെ നമുക്ക് ഓൾറെഡി വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് നല്ല ഹെയർ സിറംസ് ഒക്കെ. എന്നാൽ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൂടാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സിറത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 1 വീക്ക് വരെ നമുക്ക് റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ പുറത്ത് നല്ല കാറ്റായിക്കൊണ്ട് എത്ര മാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം ഞാൻ സൗണ്ട് എടുത്തിട്ട് പറയാൻ ശ്രമിക്കാം. എൻ്റെ കയ്യിൽ മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അത്യാവശ്യം പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാറുണ്ട്. അതൊന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെയർ സിറം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേങ്കിൽ അതിൽ നമുക്ക് ഹെയറിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ സ്കാൽപ്പിൽ ഡ്രൈ ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈവൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സിറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജിൽ നമുക്ക് 1 വീക്ക് വരെ കീപ്പ് ചെയ്യാം. പുറത്താണെങ്കിൽ 2 ദിവസം റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സിറാണ് ഇത്. നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് നിങ്ങളുടെ പൊട്ടിപ്പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഹെയറിൻ്റെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ട്, പുതിയ ഹെയർ നമുക്ക് കിളിർക്കുന്നില്ല, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്കും ഹെയർ ഫോൾസ് നന്നായിട്ടുണ്ട്, പ്രീമെച്ചോർഡായിട്ടുള്ള ഗ്രേയിങ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഡെയിലി എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു ഹെയർ ബൂസ്റ്റിംഗ് സിറം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ ഹെയർ ഡെൻസിറ്റി കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ്. നിങ്ങൾക്ക് മറ്റുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കലായിട്ടുള്ള ഹെയർ സിറമൊക്കെ നമുക്ക് ഡെയിലി വൺസ് എന്ന രീതിയിൽ മാത്രം അല്ലെങ്കിൽ 2 നേരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾസ് നന്നായിട്ടുണ്ടാവും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഹെയർ വളരാനും നിർത്തി കഴിഞ്ഞാൽ എന്നാൽ ഹെയർ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയ്ക്കും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടക്കായാണ്. വെണ്ടക്കായ എല്ലാവരുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിനൊക്കെ വാങ്ങുമ്പോൾ മാറ്റി വെച്ചാൽ മതി. ഒരു 4 വെണ്ടക്കായാണ് കേട്ടോ. ഇതിൽ ഞാൻ എടുക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതൊരു ഒറ്റമൂലിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ വെണ്ടക്കായ 4 ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ലീഫ് നമുക്ക് തുളസിയാണ് കേട്ടോ. ഇത് നമ്മൾ നോർമലി വീട്ടിലൊക്കെ നമ്മൾ ചുമക്കൊക്കെ കഴിക്കുന്ന തുളസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറുഭാഗം ഇങ്ങനെ നുള്ളി എടുത്തിട്ടുള്ള ഒരു 5 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നിറഭാഗം ഇങ്ങനെ നുള്ളി എടുക്കുക. ഒരു ലീഫായിട്ടല്ല, ഇങ്ങനെ ഒരു തളിര് പോലെ ഒരു 5 എണ്ണം ഇങ്ങനത്തെ എടുക്കുക കേട്ടോ. ഇതുപോലെ ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല 10 ലീഫാണ് കേട്ടോ. 10 ലീഫ് പനിക്കൂർക്ക എടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉലുവ വേണം. ഉലുവ നമുക്ക് ഹെയറിന് എല്ലാവർക്കും അറിയാം നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഉലുവ. ഇത് നമ്മുടെ ഹെയറിന് ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഹെയറിന് നല്ല തണുപ്പ് കൊടുക്കാനായിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നീർക്കെട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. കാരണം ഇതിൽ നമ്മൾ തുളസി പനിക്കൂർക്ക ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ആയാലും അതുപോലെ തന്നെ നമുക്ക് പച്ചയ്ക്ക് കിട്ടുന്ന റോസ്മേരി ഉണ്ടല്ലോ, ഈ മല്ലിയില പോലെയൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അതായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ റോസ്മേരി എടുക്കാൻ ശ്രദ്ധിക്കുക. റോസ്മേരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ റോസ്മേരി മതി കേട്ടോ. ഏറ്റവും കുറവാണ് നമ്മൾ റോസ്മേരി എടുക്കുമ്പോൾ. റോസ്മേരിയുടെ അളവ് കൂടിയതുകൊണ്ട് ഹെയർ ഗ്രോത്ത് കൂടുമെന്ന് വിചാരിക്കേണ്ട. നന്നായിട്ട് ഹെയർ ഫോൾസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ റോസ്മേരി കൂടിയാണ്. കാരണം റോസ്മേരി സ്കാൽപ്പ് ഇത്തിരി ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവയും വെണ്ടക്കായും ഉള്ളത് കൊണ്ട് തന്നെ ആ സ്കാൽപ്പ് ഡ്രൈനെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത്രയ്ക്കും സംഭവങ്ങൾ നമുക്ക് തിളപ്പിച്ചിട്ട് ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഇട്ടിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലെടുത്തുന്ന ഓരോരോ പ്രൊഡക്റ്റുകളും ഓരോരോ സാധനങ്ങളും നമുക്ക് ഹെയറിന് നന്നായിട്ട് ഹെൽത്തി ആക്കാനും ലെങ്ത്ത് വെക്കാനും വോളിയം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഉലുവയായാലും റോസ്മേരി ആയാലും എല്ലാം നല്ലതാണ്. നമ്മുടെ ഹെയറിന് ഒന്ന് കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വെണ്ടക്കായ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ ഡ്രൈനെസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ റിച്ച്നെസ് താരൻ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക്
നമുക്ക് ഈ വെണ്ടക്കായ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല കണ്ടീഷനിങ് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇതിലോട്ട് ആദ്യം 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അതിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂണ് റോസ്മേരി അധികം കൂടണ്ട കേട്ടോ, കാരണം അത് റോസ്മേരിയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് ഹെയർ കൂടുതൽ ഡ്രൈ ആൻഡ് ഫ്രിസി ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകട്ടാം. പിന്നെ നമ്മുടെ ഈ 4 വെണ്ടക്കായ ഇടുന്നുണ്ട്. പിന്നെ ഒരു 5 തളിരിലുണ്ടല്ലോ, തളിർ ഭാഗം 2-3 എല്ലാം കൂടി നിൽക്കുന്ന അങ്ങനെയുള്ള ആ ഒരു പോർഷൻ, അങ്ങനെ ഒരു തറ്റം പൊട്ടിച്ചെടുക്കില്ല, അങ്ങനത്തെ 5 ഇങ്ങനത്തെ തണ്ട് തുളസി, ഒരു 10 ഇല പനിക്കൂർക്കയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കത്തിച്ചിട്ട് അടുപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കി കുറുക്കിയെടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ മൺപാത്രമോ മൺകലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കറിക്ക് ഉപയോഗിക്കുന്ന മൺകലമാണെന്നുണ്ടെങ്കിൽ എടുക്കരുത്, പുതിയതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ. കാരണം മൺകലം ആയതുകൊണ്ട് കറി വെക്കുമ്പോഴൊക്കെ അതൊക്കെ പെട്ടെന്ന് ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരുമ്പോൾ പുതിയതാണെങ്കിൽ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ മേലെ വരുന്ന ഇംപ്യൂരിറ്റീസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ റോസ്മേരി ഡ്രൈ ആയിട്ടല്ല റോ ആയിട്ടാണോ ഉള്ളത്, അതായത് പച്ചയ്ക്കാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. അങ്ങനെയാകുമ്പോൾ ഒരു പിടി, അതായത് ഒരു ലീഫ് കണക്കിന് പറയാൻ പറ്റില്ല, അപ്പോൾ ഒരു 3 ചെറിയ തണ്ടൊക്കെ ഇത് നന്നായിട്ട് തിളച്ച് അങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞ് ഇത്തിരി കട്ടിയായിട്ട് വരും. ഹെയറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് എണ്ണയുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്യാവശ്യം ഒട്ടി നനഞ്ഞ് ചെയ്യുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ സിറം ഇപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1 hour to 2 hours ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഡിപ്രഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഹെയർ സിറത്തിന് ഉണ്ടാവുക. ഇത്തിരി നീങ്ങി നിൽക്കാം, ദാറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ നമ്മുടെ ഈ സിറം നമുക്കൊരു സ്പ്രേ ബോട്ടിലോ ഏതെങ്കിലും ഒരു ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് ഒരു 2 weeks നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഇന്നും നാളെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഇപ്പോൾ കൈയിട്ട് ഇളക്കണ്ട, നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് പകുതിയായിട്ട് തിളപ്പിച്ച് മാറ്റിയെടുക്കണം, എന്നാലാണ് നമുക്കിതിങ്ങനെ കേട് കൂടാണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ പുളിയനൂറും പാടല്ലേ, നമുക്ക് കടിക്കും. ഇനി നമ്മളിത് നന്നായിട്ട് ഹെയർ ഡീടാങ്കിൾ ചെയ്തതിന് ശേഷം, ഇനി നിങ്ങളുടെ ഹെയർ നന്നായിട്ട് ഫ്രിസി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിലൊന്ന് തൊട്ട് പരട്ടി കൊടുക്കുക. ഇതിങ്ങനെ ഒരു ജെല്ല് പോലെയൊക്കെയാണ്, ഇങ്ങനെ വഴുവഴുപ്പ് വെണ്ടക്കായയുടെ ഇത് നമുക്കറിയാലോ, ആ ഒരു ഇങ്ങനെ ഞോള പോലെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്ന കാരണം കുറച്ചധികം തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹെയർ സിറത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ ഒരു ഹെയർ കെയർ ചെയ്യണം, നന്നായിട്ട് ഹെയർ ലെങ്ത് ആവണം, നന്നായിട്ട് ഹെയർ ഉള്ളോടെ വളരണം എന്നൊക്കെ തോന്നുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഹെയറിൽ വെച്ചിട്ട് ഡ്രൈ ആവേ. അപ്പോൾ ഹെയറിൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിന് ഡ്രൈ ആവും. നമുക്ക് ഇനിയിപ്പോൾ ഇത് തലയിൽ വെച്ചുകൊണ്ട് വാഷ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് നോർമലി വെള്ളം ഇരുന്ന് ഉണങ്ങുന്ന പോലെയാവും. തലയുടെ തുമ്പത്ത്, മീൻസ് മുടിയുടെ തുമ്പത്തൊന്നും അധികം ആക്കണ്ട എങ്ങനെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ, കാരണം ഇതൊരു സ്റ്റിക്കി പോലെ ഇങ്ങനെ നിൽക്കും. അത് എണ്ണമയം കാര്യങ്ങളൊന്നുമില്ല, ഒരു വടി പോലെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ മുടിയിലൊക്കെ ആക്കി വെക്കുന്നതിൽ കുഴപ്പമില്ല. ഈ എണ്ണ പുരട്ടിയ പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഉണങ്ങിക്കോളും പെട്ടെന്ന് തന്നെ. നന്നായിട്ട് ഞാനിത് ഇട്ടതിന് മസാജ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നമ്മൾ സാധാരണ മറ്റ് ഹെയർ സിറംസിൻ്റെ പോലെയല്ല. ഇതിനൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ്, ഒരു കണ്ടീഷനിങ് ഇട്ട ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞില്ല, വെണ്ടക്കായയുടെ ഒരു ജ്യൂസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കാൽപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ മസാജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നന്നായിട്ട് ഈസിലി മസാജ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കണം ഇത് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുളിക്കുന്നതിന് മുന്നാണെങ്കിൽ ഒരു 1 hour 2 hour ബിഫോറായിട്ട് നന്നായി ഇട്ടതിന് ശേഷം മസാജ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹെയറിൽ ചെറിയ രീതിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ അത് മതി, വേറെ എണ്ണ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് എണ്ണ തേക്കാൻ ഇത്തിരി മടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിട്ടതിന് ശേഷം ജസ്റ്റ് വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ മതി. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഇടണ്ട. നിങ്ങൾ ഷാമ്പുവും കണ്ടീഷണറൊക്കെ എണ്ണ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യണം, ഹെയർ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ സിറം ഉണ്ടാക്കിയിട്ട്
ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുത്താൽ മതി. നമ്മളെ ഹെയറിൻ്റെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് എന്താ പറയുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും കൂടി ഈ ഹെയർ സിറം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഹെയർ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഹെയർ സിറമാണ്. നന്നായിട്ട് ഹെയറിന് ബെനിഫിറ്റ് കിട്ടുന്ന, നന്നായിട്ട് ഹെയറിനെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരുപാട് പേരുകൾ നമുക്ക് ഇതിന് വിളിക്കാൻ പറ്റും കേട്ടോ. കാരണം അത്രയ്ക്ക് മാത്രം റിസൾട്ട് തരുന്ന ഒരു ഹെയർ സിറമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. കാരണം നമുക്കിത് ഇട്ട് കഴിഞ്ഞിട്ട് എന്തോരം വേണമെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യാം. അത് ഒട്ടും തന്നെ നമുക്ക് ഒരു സ്റ്റിക്കി ഫീലോ ഒട്ടും തന്നെ നമുക്കൊരു വഴുവഴുപ്പോ ഒന്നും തന്നെ തോന്നാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബൂസ്റ്റിംഗ് സിറമാണ്. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ആവൂട്ടോ. നമുക്ക് വാഷ് ചെയ്യണമെന്നില്ല, നമുക്ക് കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഇത് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യണമെന്നില്ല, നമുക്ക് കുളിക്കണതിന് മുന്നാണെങ്കിൽ നമുക്ക് ധാരാളം അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ റോസ്മേരി ഹെയർ സിറം ആ ഒരു സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അടിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കെട്ടി വെക്കുകയും എങ്ങടെയെങ്കിലും പോണെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ അത്രയ്ക്കും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബൂസ്റ്റിംഗ് സിറമാണ്. 101% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.